ജെൻസ് ജോസിൻ്റെ ഈ ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റിയ മഷ്റൂം കറി കുറച്ചായി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് എന്തായാലും അതൊന്നും ഉണ്ടാക്കി നോക്കാം. നമുക്ക് എന്തായാലും മഷ്റൂം ഇരിപ്പുണ്ട്. അപ്പോൾ അതായത് മഷ്റൂം നന്നായി കഴുകി എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇന്നിപ്പോൾ കട്ട് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് സഹായമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത്തിരി കുക്കിംഗ് ഒക്കെ ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതും കട്ട് ചെയ്തോട്ടേന്ന്. ഇത് യൂസ് ചെയ്യുന്ന കട്ട്ലറി നൈഫാണ്, അതുകൊണ്ട് വലിയ മൂർച്ചയൊന്നുമില്ല. പിന്നെ മഷ്റൂം സോഫ്റ്റ് ആയതുകൊണ്ട് അങ്ങ് കട്ടായി വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനെ കുനുകുനാന്നിരിഞ്ഞ കുറച്ച് ഓണിയനും പിന്നെ ഇത് ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കറി ലീവ്സാണ് കേട്ടോ. ഭയങ്കര എളുപ്പമാണ് ഫ്രീസ് ചെയ്തെടുക്കാൻ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് കറി ലീവ്സ് വെക്കാറ്. അപ്പം അതും വേണം. പിന്നെ നമ്മളൊരു പാൻ എടുക്കുക, ഓയിലിടുക, നമ്മൾ മഷ്റൂം ഇട്ട് അടച്ചു വയ്ക്കുക. ഗ്ലൂ എന്ന് വന്നു കഴിയുമ്പോൾ അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഗ്ലൂ വരണമെന്ന്. അങ്ങനെ വന്നു കഴിയുമ്പം നമ്മളൊന്ന് തുറന്നിട്ട് ഇച്ചിരി മറ്റേ ടേമറിക് പൗഡറും കൂടെ ഇട്ട് അടച്ചു വെച്ച് പിന്നെ കുറച്ച് കഴിയുമ്പം ഇതുപോലെ കറി ലീവ്സും ഒണിയനും ഇടുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചുകൂടെ കഴിയുമ്പം കുറച്ച് പൊടികൾ ഇടുന്നുണ്ട്. മുളക് പൊടിയും കൊറിയാൻഡർ പൗഡറും ഗരം മസാല ഇടണം. അതിൻ്റെ കൂടെ കുറച്ച് ഗാർലിക്കും കൂടെ ഇട്ടിട്ട് വേണം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചും കൂടെ നേരം അടച്ചു വെച്ച് നമ്മൾ വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞ് ഒരു ഇത്തിരി കൂടെ കഴിയുമ്പം കുറച്ചും കൂടെ നന്നായി വറ്റി വരുമ്പോഴേക്കും ബ്ലാക്ക് പെപ്പർ പൊടിച്ചത് ഇടുക. അത് കഴിഞ്ഞ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ പറ്റിയൊരു പരിവായപ്പോഴേക്കും ഓഫ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് കഴിച്ചത് ചപ്പാത്തിയും മഷ്റൂം കറിയും പിന്നെ ഒരു മുട്ടയും കൂടെ ആയിരുന്നു. നല്ല സ്വാദം ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എളുപ്പമാണ് ഉണ്ടാക്കാൻ.